പവിത്രത്തിന്റെ ഇന്നത്തെ പ്രൊമോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ അനിയൻകുട്ടന് പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടി. അനിയൻകുട്ടൻ കരയുകയാണ്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വിക്രവും വേദയും അനിയൻകുട്ടന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. നീയാ പുളിക്കന്റെ മരണത്തിന്റെ ഏക ദൃക്സാക്ഷി. നിന്റെ മൊഴിയിലാ ഇനി നമ്മൾ നിയമത്തിന്റെ മുന്നിൽ പോരാടാൻ പോകുന്നത്, വേദ അനിയൻകുട്ടനോട് പറയുകയാണ്. അനിയൻകുട്ടൻ പറഞ്ഞതെല്ലാം കേട്ട് വിക്രവും വേദയും ഞെട്ടുകയാണ്. അങ്ങനെ ആ വിവരങ്ങളെല്ലാം വിക്രം വേദയുടെ അച്ഛൻ ശങ്കരനാരായണനെ വിളിച്ച് പറയുന്നു. അത് കേട്ട് നാളെ എങ്ങോട്ടാണ് വരേണ്ടതെന്ന് ഞാൻ പറയാം എന്ന് ശങ്കരനാരായണൻ അവരോട് പറയുകയാണ്. കൂടാതെ ചന്ദ്രശേഖരനും ശ്രീകാന്തും ജോബിയും കുറെ ഗുണ്ടകളും ചേർന്ന് വേദയ്ക്കും വിക്രമിനുമെതിരെ എന്തൊക്കെയോ കെണിയൊരുക്കുന്നുമുണ്ട്. നാട്ടിലേക്ക് തിരികെ മടങ്ങാനൊരുങ്ങുകയാണ് വേദയും വിക്രവും. എപ്പോഴാ മടക്കം? സേതു വിക്രമിനോട് ചോദിക്കുകയാണ്. ഇന്നത്തെ കല്യാണാഘോഷം കഴിഞ്ഞ് നാളെ തന്നെ മടങ്ങും. പോകുന്നതിന് മുൻപ് ഇവൾക്കൊരാഗ്രഹമുണ്ട്, വിക്രം സേതുവിനോട് പറഞ്ഞു. അങ്ങനെ വേദയുടെ ആഗ്രഹം അവർ സാധിച്ചു കൊടുക്കുകയാണ്. രാത്രി എല്ലാവരും ചേർന്ന് പാട്ടും ഡാൻസും ഒക്കെയായി ആ രാത്രി ഗംഭീരമാക്കുകയാണ്. അപ്പോൾ മുഴുവനും എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.